എല്ലാവർക്കും എന്താ വിശേഷം? സുഖല്ലേ? ഞങ്ങളേ ബഹ്റൈനുള്ള ട്രിപ്പിലാട്ടോ. ഇനി ഞങ്ങൾ നോർമൽ എന്താ പറയുക, വർക്ക് ലൈഫ്, ബിസി ലൈഫ് എല്ലാത്തിനും ഒരു ഫ്രീ ആയിട്ട് ഒരു 2 വീക്സ് നല്ലൊരു ബ്രേക്ക്, ഫുൾ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ നമുക്ക് ബഹ്റൈനിൽ കാണാം. പോണ വഴിയുള്ള വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ലിയാമൊക്കെ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. എല്ലാ ഫോർമാലിറ്റീസ് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാൻ പോകും കേട്ടോ. ഒമാൻ എയർപോർട്ടിലെത്തി. അവിടെ ഒരു 3 hours എന്താണ് വെയിറ്റിംഗ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒമാൻ എയർപോർട്ടിലാണ് ഉള്ളത്, മസ്കറ്റ് എയർപോർട്ടിൽ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു 1.5 hour ലേ ഓവർ ഉണ്ട്. മാക്സിമം 3 hours ആണ്. അപ്പം ബോർഡിങ് ഫോർമാലിറ്റി എല്ലാം കൂടെ ചേർത്ത് 1.5 മണിക്കൂറേ ഉള്ളൂ എയർപോർട്ടിൽ. അപ്പം എന്താ പറയുക, ആ സമയത്തേ ഞങ്ങൾക്ക് ആലോചിച്ചിട്ട് ടൈം പോകാനൊരു പരിപാടിയില്ല. അപ്പം ഞങ്ങളൊരു പരിപാടി ചെയ്തു, ഹേസലിൻ്റെ ബാഗ് അൺബോക്സ് ചെയ്യാമെന്ന്. പിന്നെ ഹേസലിൻ്റെ ബാഗ് അൺബോക്സിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹേസലിൻ്റെ ബാഗ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതാണ് ബാഗ്, ജെൻ ആൽഫ. ഇത് നമ്മൾ എവിടെ പോയപ്പോഴും വിയറ്റ്നാമിൽ പോയപ്പോൾ വാങ്ങിച്ചത്. ഇതൊരു ആൽഫ ബാഗ് അൺബോക്സ് ചെയ്യുവാണ്. സർട്ടിഫൈഡ് വിയർഡോ. ഇതാണ് അതിലൊരു ആൽഫ ബാഗ്. ഇത് ഹേസലിന്റെ ബാഗ്. ഇതിലെന്തൊക്കെയുണ്ട്? ഗമ്മ് കിടക്കുന്നുണ്ട് കുറച്ച്. ഇത് സുർണിട്ടേക്കുന്ന. ഓക്കെ, അവളുടെ ഒരു കുഞ്ഞു ഫോട്ടോയുണ്ട്. ഇത് പറഞ്ഞ അപ്പാക്ക് എടുത്തു തന്നു, സ്വരം പൊട്ടിച്ചെടുത്തു തന്നു. ഓക്കെ, ഇതെല്ലാം തിരിച്ചിട്ടു. ഇനി ഇതിന്റെ മെയിൻ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച സാധനങ്ങൾ ബാക്കി എടുത്തിട്ടതാണ്. ഇതിന്റെ അകത്തൊരു ബാഗ്. മേക്കപ്പ് കിറ്റ്. അത് കോമഡിയാ. എറണാകുളം മറ്റേ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ ഒരു പുള്ളിക്കാരത്തി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് സെപ്പറേറ്റ് കാണിക്കണ്ടല്ലോ. അത് ഇത്രയും സാധനങ്ങളുണ്ട്. ഓക്കെ, നീ ഇപ്പൊ കാര്യം മെൻഷൻ. ഞങ്ങളിത് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് തീർത്തിട്ട് ഇത് മാറ്റി വെച്ചു. പിന്നെന്താ, വൈപ്സ് ഉണ്ട്. ഇത് ഇവിടെ മിറർ. സൺഗ്ലാസ്. വാട്ടർ ബോട്ടിൽ. ഇത് കളർ. അല്ല, അവൾക്ക് ബോട്ടിലിനോട് ചെറിയൊരു ക്രഷ് ഉള്ളതാ.
ഹെയർ ബാൻഡ്, number 1, number 2 and number 3. chewing gum, വീണ്ടും ചോദിക്കണം. used tissue. I used it that. Not used. ഇനി എന്തെങ്കിലും ഉണ്ടോ വേറെ ഇതിന്? ഇവിടെ ചെറിയൊരു സാധനം ഉണ്ട്. വാസലിൻ ലെബലോ. എനിക്ക് വേറെ പോകുമ്പോൾ ചുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ആവശ്യം വരും. ടിൻറ്റലാണ് ലിപ്സ്റ്റിക് വരും. ഇനി ഒന്നുമില്ലല്ലോ. ഇത് ഫാനി പാക്കിൻ്റെ അതെന്നാന്നറിയോ, ഞങ്ങൾ അവളുടെ ബാഗ് അൺബോക്സ് ചെയ്തതിൻ്റെ റിവെഞ്ചാണ്. ആദ്യത്തെ ലിപ്സ്റ്റിക്ക് സ്വാഭാവികം, ബിക്കോസ് കുട്ടിയിട്ടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. കുട്ടിയാണ് ലിപ്സ്റ്റിക്ക്. ഇറ്റ്സ് പാർട്ട് ഓഫ് ഇറ്റ്. ഇനി ഒന്നുമില്ല, ഒന്നും കിട്ടില്ല. ഷട്ട് അപ്പ്. അമ്മയുടെ വാളറ്റ് ഞാൻ സെലക്ട് ചെയ്യാണ് ബഹ്റിനിയും. പിന്നെ അപ്പയുടെ വാളറ്റ് അറിയാം. പിന്നെ ഞങ്ങളുടെ ബോർഡിംഗ് പാസ്സൊക്കെ ഞാൻ എന്താ ഓർഗനൈസ്ഡ് ആന്ന് നോക്കി. ഇത്രയും സാധനങ്ങൾ എൻ്റെ ഉള്ളൂ. നെക്സ്റ്റ് ലിയാമിന്റെ വാലറ്റാണ്. ഇതിനകത്ത് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. മിണ്ടായിരുന്നു. എന്താ നല്ല നല്ല സൂപ്പർ വാലറ്റ് അല്ലേ, നല്ല ഡിസൈൻ അല്ലേ. എൻ്റെ സെലക്ഷനാണ്. ഓക്കെ, ഇതിലാദ്യം പുള്ളിയുടെ ഒരു കിഡ്സ് അക്കൗണ്ടിൻ്റെ ഒരു കാർഡുണ്ട്. പിന്നെ ഉള്ളത് എന്താണ്, പിന്നെ പുള്ളിയുടെ സൈക്കിൾ നന്നാക്കുന്ന ഷോപ്പിൻ്റെ ബിസിനസ് കാർഡ്. ഇതേതാണ്, സെൻട്രൽ ബഹ്റൈൻ്റെ 5 BD കറൻസി. ഇത് ഹാഫ് BD ബഹ്റൈൻ്റെ. കുറച്ച് ഇന്ത്യൻ ചേഞ്ച്, പിന്നെ 2 500, 3 500 കറൻസി. ഇത്രയേ ഉള്ളൂ, നത്തിങ് മോർ. ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. ഞങ്ങളങ്ങനെ ഇന്നലെ രാത്രിയിലെത്തി. ടൈമൊന്നും ഞാൻ കൃത്യമായിട്ട് ഓർക്കണല്ലോ, 9 മണിയാണെന്ന് തോന്നുന്നു. എത്തി. എന്നിട്ട് ഞങ്ങൾ എന്താണ് ഒരു ഡിന്നർ കഴിച്ചു. നല്ല ടയേർഡായിരുന്നു. ഡിന്നർ കഴിച്ച് നേരെ വന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല. അതവിടെ ഇവിടെ പഫ് കിട്ടും, ഇങ്ങനെ നമ്മൾ നാട്ടിലെ പോലെ ക്രോസോൺസ് ഇല്ലേ, പഫും കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്രൂട്ട്സുമാണ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇനി പയ്യെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഞങ്ങൾ ശരിക്കും വെക്കേഷനാണല്ലോ, വലിയ പ്ലാനുകളും കാര്യങ്ങളൊന്നുമില്ല. ഗോ വിത്ത് ദ ഫ്ലോ ആണ്. ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങളുള്ളത്. ഒന്ന് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. എൻ്റെ കേസിൽ എനിക്ക് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം, ഉറങ്ങണം, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. എന്നാലും കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇന്നില്ല. പുറത്തുനിന്നാണ് ലഞ്ചും ഡിന്നറും എല്ലാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് റോം ചെയ്യണം. അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് വീഡിയോയിലൂടെ കാണാം. ഇവിടെ അമ്മയും അപ്പാനെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഓർഗനൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുവാണ്. അപ്പ എഴുതുവാണ്. ടൈം ടേബിളുടെ അവസ്ഥ വീട്ടിൽ കുറച്ച് റെസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഷോപ്പിംഗ് അല്ല, ലിയാമിന് ഒരു ഡ്രസ്സ് എടുക്കണം, പിന്നെ കുറച്ച് ഗ്രോസറി വാങ്ങണം. കുക്കിംഗ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നാളത്തെ തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡിന്നർ കഴിക്കണം. ഇതിനൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയതാണ്. ഓയസിസ് മാളിൽ വന്നേക്കുന്നതാണ്. ഓയസിസ് മാളാണ് കേട്ടോ.
നമുക്ക് സെൽഫ് ബില്ലിംഗ് ഉണ്ട് കേട്ടോ. ലിയാം ഷർട്ടൊക്കെ എടുത്ത് സ്വന്തമായിട്ട് ബില്ല് ചെയ്ത് ചെക്കൗട്ട് ചെയ്യണതാണ്. ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ സ്ഥിരം വരാറുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെയാണ്. ഫുഡ് സ്ട്രീറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും ഏകദേശം കുറേ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഏരിയ ആണ്. ഗുദേബിയ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരു ഷവർമ, അടിപൊളി ഷവർമയാണ്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ടോക്കി ഷവർമ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തവണ ഇപ്പോൾ ലിയാമ് പറയുന്നുണ്ട് അത് മാറ്റി പിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സമീഹ് എന്ന് പറയുന്നത് അതിൻ്റെ നെക്സ്റ്റ് അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. പക്ഷെ കുറേ അധികം നടക്കണം, ലൈക്ക് പാർക്കിങ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ, നല്ല തിരക്കാണ് റോഡ്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. ഹൈഫൈ സെറ്റപ്പ് ഒന്നുമല്ല, സ്ട്രീറ്റിലിരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. കിട്ടണ ഷവർമ ബോക്സ്, ഒരു ബോക്സിൽ 2 ഷവർമ വെച്ചിട്ടുണ്ടാവും. ഇത് അടിച്ചോണ്ട് പോകണം. ഇനി ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഇതിലൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തൊരു സാധനമാണ് ലബനെ ചീസാണ്. പിസ്സ ഡോവിൻ്റെ അകത്ത് ചീസും ലബനെ എന്ന് പറയുന്നത് അല്ലേ? ലബനെ എന്താ സാധനം? ഓക്കെ. ഫുഡൊക്കെ കഴിച്ചു. ഒരു ഷവർമ കഴിക്കാൻ വന്നതാണ്. ചീസൊക്കെ അടിച്ച് കയറ്റിട്ടുണ്ട്. വെയിറ്റ് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടെൻഷനാണ്. എന്താണെന്ന് അറിയത്തില്ല, സെൽഫ് കൺട്രോൾ ഇല്ല. എന്തായാലും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ റൂമിൽ പോവാം. നേരെ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നാന്നല്ലേ? ഒന്നുമില്ല, രാവിലെ എഴുന്നേറ്റു. വീട്ടിൽ ഇരുന്ന് ലേസി ആയിട്ട് ഇരിക്കേണ്ടെന്ന് തന്നെ തീരുമാനിച്ചിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഗ്രോസറി ഒന്നും ഇവിടെ ഇല്ല. ഇന്നലെ രാത്രി ഞങ്ങൾ ഗ്രോസറി ഒന്നും വാങ്ങിയില്ല. വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാനും ഹേസിലും കൂടെ ഇവിടെ അടുത്ത് റാമിസ് എന്ന് പറയുന്നൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോകുവാണ്. ഓക്കെ. ലിയാം ഇവിടെ ഇരുന്ന് ലാപ്ടോപ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ജുഫൈർ തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന 2 ആത്മാക്കൾ. സത്യത്തിൽ ഞങ്ങൾ നടന്നിട്ട് പോണത്. ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ പറഞ്ഞ റാമീസിലേക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് അടിക്കണില്ല. ഓക്കെ. ഞങ്ങളിത് റാമീസ് എത്തി. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് വന്ന് ഷോപ്പ് ചെയ്യുന്ന സ്ഥലമാട്ടോ. ഇതും അൽ ജസീറയും. കാരണം ഇത് രണ്ടും വെരി ക്ലോസസ്റ്റ് ആയിട്ടുള്ള, ഞങ്ങൾക്ക് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള 2 ഹൈപ്പർ മാർക്കറ്റുകളാണ്. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ റാമീസിലാണ് വരുന്നത്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്തപ്പോൾ ഈ ഹൈപ്പർ മാർക്കറ്റ് ഒന്ന് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എപ്പോഴും നമ്മൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയല്ലേ ലുലു പോലെ തന്നെയുള്ള സ്ഥലം. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി ട്രോളിയിലിട്ട് ബില്ല് ചെയ്ത് വേഗം പുറത്തിറങ്ങട്ടെ കേട്ടോ. അമേസിയിൽ നിന്ന് കുറച്ച് ഗ്രോസറി ഒക്കെ വാങ്ങി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി റൊമാൻസിയിൽ വന്നേക്കാണ്. അപ്പം ഹെയ്സലിന് മജ്ലിസിൽ ഇരിക്കണം എന്നും പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും, സത്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല മജ്ലിസിൽ ഇരിക്കാൻ. ഹെയ്സലിന് വേണ്ടി മാത്രം ഞങ്ങൾ മജ്ലിസിൽ വന്നിരിക്കുന്നതാണ്. വലിയ ബുദ്ധിമുട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുക എന്നൊക്കെ പറയുന്നത്. ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, ആ 2 മണ്ടന്മാരും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും. ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് ലിയാം ഹാഫ് മധുഫൂൻ ചിക്കൻ, പിന്നെ മഖ്ലൂബ, പിസ്താഷ്യോ കുനാഫ, ഇതൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അനസ് ബ്രോ പറയുന്നത് ഫുഡ് വന്നിട്ട് നിങ്ങളെ കാണിക്കാനാണ്. പക്ഷെ ഞാൻ നിങ്ങളെ ബില്ല് കാണിക്കുന്നത് ഇനി ഫുഡ് വന്നിട്ട് കാണിക്കാതെ. ഇവിടെ നല്ല പൊരിഞ്ഞാട്ടിയ 2 കൂടെ. ഇതിനാണ് ഇവള് മജ്ലിസിൽ ഇരിക്കണം എന്ന് പറഞ്ഞത്. ഫുഡ് വന്ന് മക്കളെ, ഇതാണ് ഫുഡ് വരുന്നത്. ഇത് മഖ്ലൂബ. ഓക്കെ, ഇത് മഖ്ലൂബ, ഇതാണ് മഖ്ലൂബ. ഇത് മറ്റേ, ഇതിന്റെ പേരെന്താ പോലെ? മധുഫൂൻ, പിസ്താഷ്യോ കുനാഫ. യാ ഓക്കെ. അത് മധുഫൂൻ.
മധുഫൂൻ, ഇവിടെ നിർത്തുന്നത് എന്തായിരുന്നു മക്കലൂബ. പിന്നെ ഇതിന് കൊടുത്ത് സൈഡായിട്ട് നമ്മുടെ ടൊമാറ്റോ ചട്നി, സെവനപ്പ് ഇതൊക്കെ തന്നെ. അപ്പൊ ഞങ്ങള് പയ്യെ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളിനി തിരിച്ച് വേറെ പരിപാടിയൊന്നുമില്ല, നിലവിൽ റൂമിലേക്ക് പോകണം. മെയിനായിട്ടും ബഹ്റൈനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടത്. ഒരു കൊച്ചു കൺട്രിയാണ്. ഇവിടെയുള്ള ഒരുവിധം സ്ഥലങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്ലാനൊന്നുമില്ല, ജസ്റ്റ് ഒരു വെക്കേഷൻ സ്റ്റേ എന്നുള്ളതേ ഉള്ളൂ ബഹ്റൈനിൽ വന്നതിൻ്റെ ഉദ്ദേശം. ഇനിയിപ്പോൾ ഞങ്ങൾ റൂമിൽ പോയി നല്ല സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങും. അതൊക്കെ തന്നെ.